ഡീ ഒരു മാറ്റില്ലേ, ഞാൻ മീശ പഠിച്ചു. അല്ല ആകെ 2 രോമം ഉണ്ടായതുള്ളൂ, അത് പഠിച്ച കാരനായിരിക്കും മനസ്സിലാവാത്. എന്തേ ഇതെന്തത്? വീണാ നോക്കട്ടെ, എന്ന് തിരിഞ്ഞ. അയ്യേ, അതൊന്ന് കാണേണ്ട സീൻ തന്നെയായിരുന്നു, എനിക്ക് കാണാൻ പറ്റിയില്ല. അയ്യേ അയ്യേ, ഇവിടെ ഇരിക്കല്ലേ, അങ്ങോട്ട് മാറിക്ക, ഇവിടെ ചെളിയാവും. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞ ഇവിടെ ഇരിക്കുവാ. എന്തുണ്ടായേ? ഇങ്ങോട്ട് നോക്ക്, എന്തുണ്ടായേ പറയ്. സഞ്ജുന്ന് പറഞ്ഞാ മനസ്സിലാവില്ല. അതെന്താ എനിക്ക് മനസ്സിലാവാണ്ട്? പറഞ്ഞാലേ അറിയുള്ളൂ. ഞാൻ വീണു. പൊട്ടലും ചോരയൊന്നുമില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? ചെളി മാത്രമേ ഉള്ളൂല്ലോ. വീണതല്ല എന്റെ പ്രശ്നം. ഞാൻ വീണപ്പോ എല്ലാവരും എന്നെ കളിയാക്കി. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ സഞ്ജു എന്നെ കളിയാക്കി. അതാണ് അതിന്റെ പ്രശ്നം. ഒരാള് വിഷമിച്ചിരിക്കുമ്പോ സഞ്ജുവിന് എങ്ങനെയാ ചിരിക്കാൻ തോന്നുന്നു? അന്ന് പെരുന്നാൾക്കേ പടക്കം വാങ്ങിട്ടേ മത്താപ്പ് ജയന്തന്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പളേ കിളികിളി കണ്ട് ചിരിക്കണ്ടായിരുന്നല്ലോ, ശ്വാസം കിട്ടാണ്ട്. അന്ന് സഞ്ജുവും ചിരിക്കില്ലായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ ചിരിച്ചത്. ഇരിക്കണ്ടില്ലേ ഒരാള് മഡ് തെറാപ്പി കഴിഞ്ഞിട്ട്. അയ്യോ, ഇതെന്തത് ആകെ പാണ്ടും ചൂട്ടായാലോ. നിനക്ക് ഞാൻ കുളിച്ചേട്ട ചായ തരുള്ളൂ. അപ്പനും കണക്കാ, മോനും കണക്കാ. നീ എന്തു ടീച്ചർ ഈ കാര്യത്തിനൊക്കെ ഇത്ര കാര്യമായിട്ട് എടുക്കണ? ഇതൊക്കെ ചിരിച്ചു വിട്, സില്ലി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. പണ്ട് നിന്റെ പ്രായത്തിലേക്ക് ഞാൻ മതിലിന്റെ മുകളിൽ കൊണ്ടേ ഈ നിരയിലുള്ള 4 പല്ല് പോയി, എന്നിട്ട് ചോരയിൽ ഞാൻ ചിരിച്ചിട്ടാ വന്ന. വലിയ രസമൊന്നുമില്ല. സഞ്ജു അല്ലേ വാവിട്ട് കരഞ്ഞിട്ടുണ്ടോ? എന്നാ വാ എണീക്ക്, നമുക്ക് കളിയാക്കിയവരൊക്കെ കളിയാക്കി പോയാ. അയ്യേ, കളിയാക്കാം. എനിക്ക് ആരെയും കളിയാക്കണ്ട, എനിക്ക് പോയി കുളിച്ചാൽ മതി. ഞാനേ ഇതിനെ അടിച്ച് നനച്ചൊന്ന് കുളിപ്പിച്ചിട്ട് ഒരു ഇട്ടാ. എന്തിട്ടാടി ഒരാൾ ചാവടി മെത്തിരിക്കണം. നിന്റെ കാര്യത്തിന് കുഴപ്പമില്ലല്ലേ? ഒരാളുടെ വായ കൊണ്ടിരിക്കുമ്പോ ചിരിക്കാൻ നിൽക്കണേ.